Hello all, welcome to my channel. I am Jamsina. I am life coach and a mind power trainer. So, ഇന്നത്തെ ടോപ്പിക് എന്നത് ലോ ഓഫ് അട്രാക്ഷനിൽ നമ്മൾ ഒരുപാട് മാനിഫെസ്റ്റേഷൻ നടക്കുന്നുണ്ടാവും അല്ലേ. ചിലർക്കത് വർക്കാവുന്നുണ്ടാവില്ല, എത്രമാത്രം ടെക്നിക്സ് ഉപയോഗിച്ചിട്ടും അത് വർക്കാവുന്നില്ല എന്നൊരു പരാതി അല്ലെങ്കിൽ അങ്ങനെ ഒരു മനസ്സിലൊരു തോട്ട് വരും. ഞാൻ ഇതൊക്കെ ചെയ്തിട്ടും എനിക്ക് മാത്രം എൻ്റെ മാനിഫെസ്റ്റേഷൻ നടക്കുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാവുന്നില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ? പലരും അവരവരുടെ സ്വപ്നങ്ങൾ പെട്ടെന്ന് നേടിയെടുക്കുന്നു. എന്താണ് അതിന് കാരണം? പലർക്കും ലോ ഓഫ് അട്രാക്ഷൻ അറിയാമെങ്കിലും പലരും പല രീതിയിൽ അതിനെ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ കീ എന്നത്, അതായത് താക്കോൽ എന്നത്, ലോ ഓഫ് അട്രാക്ഷൻ്റെ താക്കോൽ എന്നത് എല്ലായ്പ്പോഴും സന്തോഷത്തോടു കൂടി ഇരിക്കുക എന്നതാണ്. അതായത് സന്തോഷം എന്നത് ഹൈ ഫ്രീക്വൻസിയിലുള്ള ഒരു വൈബാണല്ലേ, ഹൈ ഫ്രീക്വൻസിയിലുള്ള ഒരു കാര്യമാണ് ഹാപ്പിനെസ് എന്നത്. സോ നമ്മൾ ഹാപ്പിനെസ്സോടുകൂടി ഇരുന്ന് നമ്മളുടെ ചിന്തകൾ അല്ലെങ്കിൽ നമ്മളുടെ ആഗ്രഹങ്ങൾ അതിനുവേണ്ടി വർക്ക് ചെയ്യുന്നു. അങ്ങനെ ആവുമ്പോൾ അത് പെട്ടെന്ന് സാധ്യമാവും. അപ്പോൾ എല്ലായ്പ്പോഴും സന്തോഷത്തോടു കൂടി ഇരിക്കുന്ന ഒരു വ്യക്തിയുടെ വൈബ്രേഷൻ എന്നത് ഹൈ ആയിരിക്കും. അപ്പോൾ ഹൈ ഫ്രീക്വൻസിയിലുള്ള അവരുടെ ആഗ്രഹങ്ങളെല്ലാം വേഗം അവരിലേക്ക് ചെന്നെത്തും. നമ്മൾ ചിലരെ കണ്ടിട്ട് അന്തം വിട്ട് നിൽക്കാറുണ്ടല്ലേ. അതായത് ഇന്നലെ വരെ കുറച്ച് കാലഘട്ടം വരെ അവരുടെ എന്നത് ഒരു നോർമൽ ലൈഫായിരുന്നു. പക്ഷെ പെട്ടെന്ന് കുറച്ചു സമയമെടുത്തത് അവരുടെ ഗ്രാഫ് എന്നത് വളരെ ഉയരത്തിലെത്തുന്നതായിരിക്കും. അവരുടെ ഗ്രാഫ് കുതിച്ചുയരുന്നത് നമ്മുടെ കൺമുന്നിൽ തന്നെ കാണാം. എന്താണ് അതിന് കാരണം? ലോ ഓഫ് അട്രാക്ഷനിൽ അവർ യൂസ് ചെയ്ത കാര്യം എന്നത് എല്ലായ്പ്പോഴും സന്തോഷത്തോടു കൂടി ഇരിക്കാനാണ്. 24/7 ഹാപ്പിനെസ് പോസിബിൾ ആണോ എന്ന് എല്ലാവരും ചോദിക്കും. യെസ്, പോസിബിൾ ആണ്. കാരണം എന്തു തന്നെ പ്രതിസന്ധികളാണെങ്കിലും നമ്മുടെ ഔട്ടർ സൈഡിലുള്ള എന്തു തന്നെ പ്രതികൂല സാഹചര്യങ്ങൾ നമ്മളെ വന്ന് അലട്ടിക്കൊണ്ടിരുന്നാലും നമ്മൾ അതിനെ ഇന്നർ സെൽഫിലേക്ക് എടുക്കാതിരിക്കുക എന്നത് ശക്തമായ ഓറയുള്ളവർക്ക് സാധ്യമാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ ഓറ ശക്തമാക്കണമെങ്കിൽ നമ്മൾ നെഗറ്റിവിറ്റിയെ കളയണം. അതായത് ഒരാളോടുള്ള പകയോ വിദ്വേഷമോ അല്ലെങ്കിൽ വെറുപ്പോ ദേഷ്യമോ അവരുമായിട്ടുള്ള തർക്കങ്ങൾ അങ്ങനെയുള്ളതെല്ലാം കളഞ്ഞ് നമ്മുടെ മൈൻഡ് ക്ലീൻ ആവുമ്പോൾ നമ്മുടെ ഓറ പ്യൂരിഫൈ ആവും. അതായത് നെഗറ്റീവ് എത്രത്തോളം നമ്മളിൽ നിന്ന് മാറുന്നുവോ അത്രത്തോളം പോസിറ്റിവിറ്റി നമ്മളിലേക്ക് വരികയും നമ്മളുടെ ആ പോസിറ്റീവായിട്ടുള്ള ഓറ, നമ്മുടെ ആ ഒരു നിങ്ങളെല്ലാം മഹത് വ്യക്തികളുടെ ഓറ കണ്ടിട്ടുണ്ടാവും അല്ലേ. അതായത് അവർക്ക് തലയുടെ ബാക്ക് വശത്ത് ഒരു വെളുത്ത ഒരു പ്രകാശം പോലെ, അതാണ് ശക്തമായ ഓറയുള്ളവരുടെ ലക്ഷണങ്ങൾ എന്നത്. അവരെന്നും സന്തോഷത്തോടെയും സമാധാനത്തോടു കൂടിയും വസിക്കുന്നു. എത്രമാത്രം കലുഷിതമായ അന്തരീക്ഷത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിലും, എത്രമാത്രം പ്രതിസന്ധികൾ നമ്മൾ ഞെരുക്കുന്നുണ്ടെങ്കിലും അതെല്ലാം നമ്മുടെ ഉള്ളിലേക്ക് എടുക്കാതെ നമ്മൾ ഹാപ്പിനെസ്സിലായിരിക്കുക എന്നത് പോസിബിൾ ആണോ എന്ന് പലരും ചോദിക്കാറുണ്ട്. ഫ്രണ്ട്സ്, യെസ്, ഇറ്റ് ഈസ് പോസിബിൾ. സോ എൻ്റെ ലൈഫ് കൊണ്ട് ഞാനത് അനുഭവിച്ചവളാണ് അല്ലേ. അതായത് നമ്മുടെ ചുറ്റും ഒരുപാട് പ്രശ്നങ്ങൾ നമ്മളെ വന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു ഇഞ്ചി ചതയ്ക്കുന്നത് പോലെ ചതയ്ക്കുന്നുണ്ടാവും. പക്ഷെ ആ പ്രശ്നങ്ങളെ നോക്കി നമ്മുടെ ലൈഫ് ചെറുതാക്കുകയല്ല വേണ്ടത്. നമ്മുടെ ലൈഫ് വലുതാണ്, പ്രശ്നങ്ങൾ ചെറുതാണ് എന്ന് വിചാരിക്കും. കാര്യങ്ങൾ പ്രശ്നത്തോടു കൂടി പറയുക, പ്രശ്നത്തോടു കൂടി നിങ്ങൾ സംസാരിക്കണം. പ്രശ്നമേ നിങ്ങളെക്കാൾ വലിയൊരു ദൈവം എൻ്റെ കൂടെയുണ്ട്, ശക്തി എൻ്റെ കൂടെയുണ്ട്. ആ ശക്തിയിൽ വിശ്വസിച്ചുകൊണ്ട്, ആ അചഞ്ചലമായ ശക്തിയിൽ നമ്മൾ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ എന്ന് സന്തോഷത്തോടു കൂടി ഇരിക്കാൻ ശ്രമിക്കുന്നുവോ, ഇത് ബോധപൂർവ്വം ശ്രമിക്കേണ്ട കാര്യമാണ്. കാരണം നെഗറ്റിവിറ്റിയിൽ ഇന്നലെ വരെ കരഞ്ഞും പഴിച്ചും ജീവിതം എവിടെ എത്തിയില്ല എന്ന് പറഞ്ഞ് ഇരുട്ടിലായി കഴിഞ്ഞ് ഒരുപാട് പേരുണ്ടാവും അല്ലേ. അപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് അവർക്ക് ഹാപ്പിനെസ്സിലെത്താൻ കഴിയില്ല. അപ്പോൾ എങ്ങനെയാണ് ഹാപ്പിനെസ്? ആരെങ്കിലും ഒരാൾ വന്ന് എന്നെ ഹാപ്പി ആക്കണം, അല്ലെങ്കിൽ എനിക്ക് ഇന്നതൊക്കെ കിട്ടിയാലേ ഹാപ്പി ആവുള്ളൂ, എൻ്റെ അന്തരീക്ഷം ഇതാവണം, എനിക്ക് നല്ല വീട് വേണം എന്ന കുറേ കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവും. എന്നാലേ എനിക്ക് ഹാപ്പിനെസ് ഉണ്ടാവുകയുള്ളൂ, ഞാൻ സന്തോഷവാനാവുകയുള്ളൂ. പക്ഷെ അങ്ങനെയല്ല. എന്തുമാത്രം സാഹചര്യങ്ങളാണെങ്കിലും, എത്രമാത്രം നമ്മൾ ചെറിയൊരു ലോകത്താണെങ്കിലും, നമ്മൾക്കൊരു കൂരയുണ്ടെങ്കിൽ, നമ്മൾക്ക് ചാഞ്ഞു കിടക്കാനൊരു ചെറിയ കുടിലാണെങ്കിൽ പോലും അതിന് നന്ദി പറഞ്ഞുകൊണ്ട് അതിൽ ഹാപ്പിനെസ് കണ്ടെത്തുന്നപ്പോൾ നിങ്ങളുടെ ലൈഫ് തന്നെ ടോട്ടൽ ചേഞ്ച് ആവും. നിങ്ങളുടെ കൺമുന്നിലുള്ള ഓരോ സാധനത്തിനെയും
നിങ്ങൾ ബ്ലെയിം ചെയ്യാതെ എനിക്ക് ഇന്നതെല്ലാം ഉണ്ടല്ലോ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഒരാൾക്കൊരു 50 ജോഡി വസ്ത്രങ്ങൾ ഉണ്ടാവാം അല്ലേ, എന്നാൽ ഒരാൾക്ക് 2 വസ്ത്രങ്ങളേ ഉണ്ടാവുകയുള്ളൂ. 2 ജോഡി വസ്ത്രങ്ങൾ മാത്രമുണ്ട്. പക്ഷെ ആ 2 ജോഡി വസ്ത്രങ്ങളോട് നമ്മൾ എന്ന് നന്ദി പറയുന്നുവോ അന്ന് അനുദിനം നമ്മൾക്ക് അനുഗ്രഹങ്ങൾ വർദ്ധിച്ചു കൊണ്ടേയിരിക്കും. എന്ന് നമ്മൾ നന്ദിയുള്ളവരായി തീരുന്നുവോ നിങ്ങൾക്ക് ഞാൻ അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിച്ച് തരാം എന്നത് ദൈവവചനമാണ് അല്ലേ, ദൈവം തന്ന വാക്കാണ്. സോ നമ്മൾ നന്ദിയുള്ളവരായിരിക്കുമ്പോൾ പ്രപഞ്ചം നമ്മൾക്ക് എല്ലാം കൊണ്ടുതരും. ആ പ്രപഞ്ച ശക്തി എന്ന നമ്മുടെ ദൈവം നമ്മൾക്കെല്ലാം നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം വേഗം വേഗം പോകണേ. സോ നന്ദിയോടുകൂടി ഇരിക്കുക. ആ നന്ദി നമ്മുടെ മനസ്സിൽ നിറയുമ്പോൾ നമ്മൾ നെഗറ്റിവിറ്റി പിന്നെ കാണില്ല. നമ്മുടെ നെഗറ്റീവ് സൈഡല്ല നമ്മൾ കാണുന്നത്, പിന്നെ ഒരു പോസിറ്റീവ് സൈഡായിരിക്കും. ഓരോ വ്യക്തികളോടും നന്ദി പറയുക, ഓരോ വസ്തുക്കളോടും നന്ദി പറയുക, വീട്ടിലുള്ള ഓരോ സാധനത്തോടും നമ്മൾ നന്ദി പറയുമ്പോൾ നന്ദി ഈ മനസ്സിൽ നിറഞ്ഞു കഴിയുമ്പോൾ ഒരു ആത്മസംതൃപ്തി, ഒരു നിറവിലേക്ക് നമ്മളെത്തും. നമ്മളുടെ ഈ ജീവിതത്തിൽ ഒരു ശൂന്യത അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് നന്ദിയില്ലായ്മയുടെയാണ്. അതായത് നമ്മൾ നമ്മൾക്ക് കിട്ടിയില്ല എന്ന് നോക്കുന്നത് കൊണ്ടാണ് നമ്മളുടെ ഒരു ശൂന്യത, ഒരു എംപ്റ്റിനെസ് അല്ലേ. പക്ഷേ ഉള്ളതിനോടെല്ലാം നന്ദി പറയൂ. ഒരു ബുക്കിൽ നന്ദിയുടെ വാചകങ്ങൾ എഴുതൂ, ദിവസം ഒരു 10 വീതം എഴുതൂ. അപ്പം നമുക്കറിയാം നമ്മൾ ഇത്രമാത്രം നിറവിലാണ് ജീവിക്കുന്നതെന്ന് പറയാം അല്ലേ. ആ നിറവിൽ നിന്നുകൊണ്ട് നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓട്ടോമാറ്റിക്കായി സമാധാനം, സന്തോഷം വന്നു ചെയ്യും. ഇല്ലെങ്കിൽ അത് ബോധപൂർവ്വം ക്രിയേറ്റ് ചെയ്യണം. നമ്മളെ തന്നെ നമ്മളുടെ നല്ല നല്ല വശങ്ങൾ നമ്മൾ തന്നെ ഓർത്തുകൊണ്ട് നമ്മളോട് തന്നെ നല്ല നല്ല സെൽഫ് ടോക്കുകൾ ചെയ്തുകൊണ്ട് നമ്മുടെ നല്ല വശങ്ങൾ ഒരു ബുക്കിൽ എഴുതിക്കൊണ്ട് നമ്മൾ എത്രമാത്രം വാല്യൂ ഉള്ളവർ, നമ്മൾ എത്രമാത്രം പേര് സ്നേഹിക്കുന്നു, നമ്മൾ എത്ര വിലയുള്ളവരാണെന്ന് സ്വയം തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ എന്നും സന്തോഷത്തോടു കൂടി ഇരിക്കാൻ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുക. ആദ്യമൊക്കെ വളരെ നമ്മൾ തന്നെ പുഷ് ചെയ്യണം. കാരണം ഇത്രയും കാലം ബ്രെയിനിന് കൊടുത്തിരുന്നത് വിഷമങ്ങളും സങ്കടങ്ങളും നെഗറ്റീവ്സുമാണ് അല്ലേ. പക്ഷേ ബ്രെയിനിനെ റീവയർ ചെയ്തുകൊണ്ട് നമ്മൾ ആ സന്തോഷത്തെ ബ്രെയിനിനെ ഫീൽ ചെയ്യിപ്പിക്കണം. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് നമ്മൾ ഹാപ്പിയാണെന്ന് തോന്നുന്നുവോ പിന്നെ നമ്മളെ പിടിച്ചാൽ കിട്ടില്ല. കാരണം എന്നും ഹാപ്പിനെസ്സിൻ്റെ കാര്യങ്ങൾ നമ്മളിൽ വന്നു ചേരുന്നു. ഹാപ്പിനെസ്സിൻ്റെ നിമിഷങ്ങൾ എന്നും ഒരു ഹാപ്പിനെസ്, അതായത് ഈ സന്തോഷത്തിൽ ആറാടുക എന്നൊക്കെ പറയില്ല, ആ ഒരു ഫീലിലേക്ക്, അതായത് പ്രകൃതിയുടെ ഫ്രീക്വൻസി എന്നത് ഹൈ ആണ്, അതിലേക്ക് നമ്മുടെ ഫ്രീക്വൻസി എത്തുമ്പോൾ ആ ഫ്രീക്വൻസി മാച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഫ്രീക്വൻസി പ്രകൃതിയുടെ ഫ്രീക്വൻസിയുമായിട്ട് അലൈൻമെൻറ്റിലെത്തുമ്പോൾ എന്നും സന്തോഷത്തോടു കൂടി ഇരിക്കാൻ കഴിയും. അതിനായി മെഡിറ്റേഷൻ, അതുപോലെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡ്, അങ്ങനെയുള്ളതെല്ലാം നമ്മൾ ഫോളോ ചെയ്യണം. സോ സ്റ്റേ ഹാപ്പിനെസ് ലോ ഓഫ് അട്രാക്ഷൻ്റെ ആദ്യത്തെ ചവിട്ടുപണിയാണ്. ഹാപ്പിനെസ്സിലിരിക്കുക, ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി ഇരിക്കുക. സോ നമ്മൾക്ക് പുതിയൊരു മാജിക് വേൾഡായ ലോ ഓഫ് അട്രാക്ഷനിലേക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം. നമ്മുടെ സ്വപ്നങ്ങളെല്ലാം നേടിയെടുക്കാം, ലൈഫ് കളർഫുള്ളാക്കാം. ജീവിതം എന്നത് ഒന്നേ ഉള്ളൂ, അത് വളരെ മനോഹരമാണ്. ആരും അതിനെ ബ്ലെയിം ചെയ്യരുത്. സോ നമ്മുടെ അറിവില്ലായ്മ കൊണ്ടാണ് ഇതുവരെ നമ്മൾ ജീവിച്ചതും ഓരോ കാര്യങ്ങളെ പഴിച്ചതും അതുപോലെ തന്നെ നമ്മുടെ ലൈഫിനെ വില കുറച്ച് കണ്ടത്. പക്ഷേ ഇനി മുതൽ ലൈഫ് എന്താണെന്ന് നമ്മൾ പഠിക്കുന്നു, ആ ലൈഫിൻ്റെ കളർഫുൾനെസ്സിലേക്ക് നമ്മൾ നോക്കുന്നു, ആ ലൈഫിൻ്റെ ആനന്ദത്തിൻ്റെ അത്ഭുതകരമായ പർവ്വത ശിഖരങ്ങളിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും. ആ ശക്തി നമ്മളെ കൊണ്ടെത്തിക്കും. കാരണം നമ്മൾ എത്രത്തോളം ഡൗൺ ടു എർത്ത് ആയി കഴിഞ്ഞാൽ, എല്ലാം ദൈവത്തിന് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നടക്കുന്നത് മാജിക്കാണ്. സോ ദൈവം തന്ന ഈ ജീവിതം എന്നത് വളരെ വലിയ ദാനമാണ്. അതിനോട് എന്നും നന്ദിയുള്ളവരായിരിക്കുക. സോ ഗ്രാറ്റിറ്റ്യൂഡ് എന്നും ഫോളോ ചെയ്യുക. നമ്മൾക്ക് ഇനിയുള്ള യാത്രകൾ ഒരുമിച്ച് ചെയ്യാം അല്ലേ. താങ്ക് യു.